വെൽക്കം ബാക്ക് ടു ലേണിനോ. സെപ്റ്റംബർ 30th നടക്കുന്ന ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള 3 പരീക്ഷകൾക്ക് ഒരൊറ്റ സിലബസ് ആണ്. അപ്പോൾ ഏതൊക്കെ പരീക്ഷകളാണെന്ന് നോക്കാം. ഇലക്ട്രീഷ്യൻ ഇൻ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഇൻ KTDC, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ലേണിനോയിലുള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. സോ നമുക്ക് 10 മോഡ്യൂൾസ് ആണുള്ളത്. എല്ലാം ഈക്വൽ വെയിറ്റേജിലാണ്, 10 മാർക്ക് വെച്ചിട്ടാണ്. ഫസ്റ്റ് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിൽ നമുക്ക് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, എനർജി, പവർ, അങ്ങനെ ബേസിക് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. പിന്നെ വരുന്നത് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും വരും. നെക്സ്റ്റ് സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്, റെസിസ്റ്റർ സീരീസും പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് അത് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സിമ്പിൾ പ്രോബ്ലംസ് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കിർച്ചോഫ്സ് ലോ, KVL ഉം KCL ഉം. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസും അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മോഡ്യൂൾ ആണ് ഫസ്റ്റ് മോഡ്യൂള്. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സും ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ് വരുന്നത്. അപ്പൊ അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലാണെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പെർമിറ്റിവിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിലും പ്രോബ്ലംസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ലൈറ്റ്നിങ് ഫിനോമിനൻ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്, പിന്നെ കപ്പാസിറ്റർ സീരീസ് ആൻഡ് പാരലൽ പറഞ്ഞിട്ടുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് കൂളംസ് ലോ, പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, MMF, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, Lenz's law, self-inductance, mutual inductance, energy stored in inductor, Fleming's law. Electrostatics, electromagnetism related ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലംസും ഉണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് മോഡ്യൂൾ. തേർഡ് മോഡ്യൂൾസ് ഫണ്ടമെന്റൽസ് ഓഫ് AC ആണ്. അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള വരുന്ന ടേംസ് എല്ലാം ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, അതിന്റെയൊക്കെ ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ചെറിയ പ്രോബ്ലംസ് ചെയ്യാന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ AC ത്രൂ റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, സ്റ്റാർ ഡെൽറ്റ, 3 ഫേസ് AC സിസ്റ്റം, ലൈൻ ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ്, സ്റ്റാർ ഡെൽറ്റ എന്നൊക്കെ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് മോഡ്യൂളിൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, ഓമീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, അതെല്ലാം വരും. സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെന്റ്, പിന്നെ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, പവർ ഫാക്ടർ മീറ്റർ, TOD മീറ്റർ, CRO, ഇൻസുലേഷൻ മെഗർ ആൻഡ് എർത്ത് മെഗർ, മൾട്ടിമീറ്റർ, CT ആൻഡ് PT. ഇത്രയും വരുന്നുണ്ട് മോഡ്യൂൾ 4. നെക്സ്റ്റ് മോഡ്യൂൾ 5 സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ. ഈ സാധാരണ ചില എക്സാംസിനൊന്നും ഇലക്ട്രിക്കൽ ഈ ഒരു മോഡ്യൂൾ അധികം കാര്യമായിട്ട് കാണാറില്ല. ചില എക്സാംസിന് ചോദിക്കാറുണ്ട്. അത് ബേസിക് സേഫ്റ്റി റിക്വയർമെന്റ്സ്, ഇലക്ട്രിക് ഷോക്ക് വരുമ്പോൾ അതിന്റെ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ, പിന്നെ കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററി, പിന്നെ സെൽസ് ആയിട്ട് റിലേറ്റഡ് അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് ആയിട്ട് ഡിറ്റർമിനേഷൻ, ചെറിയ പ്രോബ്ലംസ് ആയിരിക്കും. അതെല്ലാം കൂടെ വരുന്നതാണ് മോഡ്യൂൾ 5 എന്ന് പറഞ്ഞാൽ. തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും മേ ബി ഒരു പക്ഷേ ഈ ഒരു മോഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് വയറിംഗ് ആക്സസറീസ്. അതിൽ വേരിയസ് വയറിംഗ് സിസ്റ്റംസ് പഠിക്കാനുണ്ട്. പിന്നെ ഫ്യൂസ് പഠിക്കാനുണ്ട്, കാട്രിഡ്ജ്, HRC, സ്വിച്ചസ് പഠിക്കാനുണ്ട്, ടോഗിൾ സ്വിച്ച്, സേഫ്റ്റി ഡിവൈസസ്, അതിൽ ഇലക്ട്രിക്കൽ ഇലുമിനേഷൻ, എർത്തിങ്, പൈപ്പ് ആൻഡ് പ്ലേറ്റ് എർത്തിങ്. അപ്പൊ വയറിംഗ്, എർത്തിങ്, സ്വിച്ച്, ഫ്യൂസ് അതെല്ലാം കൂടെ വരുന്നതാണ് മോഡ്യൂൾ 6. മോഡ്യൂൾ 7 DC മെഷീൻ ആണ്. DC മെഷീനിൽ DC ജനറേറ്ററും DC മോട്ടറും അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അടുത്ത മോഡ്യൂൾ AC മെഷീൻസ് ആണ്. അതിൽ ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓൾട്ടർനേറ്റർ, 3 ഫേസ് സിൻക്രണസ് മോട്ടർ, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടർ, അതിൽ പിന്നെ എടുത്ത് തന്നെ പറഞ്ഞിട്ട് യൂണിവേഴ്സൽ മോട്ടർ, AC സീരീസ് മോട്ടർ, സെർവോ മോട്ടർ, സ്റ്റെപ്പർ മോട്ടർ, സ്പ്ലിറ്റ് ഫേസ് മോട്ടർ എല്ലാം വരുന്ന മോഡ്യൂൾ 8. ദെൻ മോഡ്യൂൾ 9 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ഇലക്ട്രിക്കലിന്റെ സബ്ജക്റ്റുകളെല്ലാം കഴിഞ്ഞു. ഇനി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്, എല്ലാ ഗേറ്റ്സും ഡി മോർഗൻസ് തിയറം, പിന്നെ ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടർ, ADC, DAC, സോൾഡറിംഗ് ടെക്നിക്കും കൂടെ വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ആൻഡ് ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ, വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റർ, UJT റിലാക്സേഷൻ ഓസിലേറ്റർ, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഇൻവെർട്ടർ, പിന്നെ DC പവർ സപ്ലൈ, അതേപോലെ തന്നെ ബാറ്ററി ചാർജ്, UPS. ഇത്രയും വരുന്നതാണ് മോഡ്യൂൾ 10. അപ്പൊ 10 മോഡ്യൂൾസ് ആയിട്ട് എല്ലാം ഈക്വൽ വെയിറ്റേജ് ആയിട്ടാണ് നമ്മുടെ സിലബസ് വരുന്നത്. ഇനി നമ്മൾ ലേണിനോയിൽ 3-in-1 കോഴ്സ് അവൈലബിൾ ആണ്. ക്രാഷ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 3 മന്തിൽ നമുക്ക് 3 months ആണ് ഇനി നമുക്ക് ഉള്ളത് എക്സാമിന്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ നമ്മൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് നിങ്ങൾക്ക് ആപ്പിൽ മെസ്സേജ് വരും. എല്ലാ വീക്കെൻഡ്സിലും നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. സിലബസ് അനുസരിച്ച് ലെക്ചേഴ്സ്, MCQs, അതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ്,
മുൻവർഷ ചോദ്യങ്ങൾ PYQന് മാത്രമായിട്ടുള്ള ഒരു PYQ സീരീസിന്റെ ഒരു ഫോൾഡർ അവൈലബിൾ ആയിരിക്കും. പിന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് MCQസിന്റെ എല്ലാം സെപ്പറേറ്റ് PDFും വീഡിയോസും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. സോ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു.